പതുക്കെ ഇതെന്നാ പിടിയാടോ? ബാപ്പുട്ടിക്കോ ഹർത്താല് പൂർണ്ണ വിജയം. ഹർത്താലിന് സാധനം കിട്ടുമോ? സാധനം റെഡി, സാധനം റെഡി. ആക്രാന്തം പിടിക്കാനാണ് കൊണ്ടുവന്നു കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ഭാര്യയും മക്കളും വന്നിട്ടുണ്ട്. എത്ര നേരം അവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? കാത്തിരുന്ന് കണ്ണടിച്ചിട്ട് കിടക്കുന്ന കിടപ്പുണ്ടോ? അതെ, കാത്തിരുന്ന് കണ്ണു കഴിച്ചിട്ടല്ല, ഹർത്താലായിട്ട് വാരി വലിച്ചടിച്ചോണ്ടാ. ഇനി ആന കുത്തിയാൽ അവനെ എണീക്കൂല. ആന കുത്തിയാൽ ആരെങ്കിലും എഴുന്നേക്കും. എഴുന്നേൽക്കുന്ന ഞാൻ ഇപ്പൊ കാണിച്ചു. ഒറിജിനല്ലേ? എന്ത് ചെയ്യാൻ പോവാ? അത്രേ ഉള്ളൂ. മണ്ണാക്കിലെടുത്ത് ഒഴിച്ചുകളയില്ല, മണ്ടേ കയറും. ഒരു മിനിറ്റ്. ഒരു തുള്ളി പോയാ അതിന്റെ വില അറിയാമോ എനക്ക്? ഇത് പട്ടാളവാ, വെടിവെച്ച കേക്കും. പിന്നെ പൊന്നുവനെ, നീ എപ്പോ വന്നടാ? നീ നമ്മുടെ ദൈവമാണോ മക്കളെ? തുടങ്ങണ്ടേ നമുക്ക്? ഹർത്താലുകൾ നമുക്ക് സമ്മാനിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒഴുപ്പ് കറക്റ്റ് ആയിരിക്കണേ, ജാതി വ്യത്യാസമില്ലാതെ. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം? സ്റ്റോപ്പ്, ആയിട്ടില്ല. അടുത്ത റൗണ്ടിന് ശേഷം ഗാനമേള ആരംഭിക്കും. അത് ശരിയാ, ഒരു മൂടക്കങ്ങ് വരട്ടെ. മൂടാവുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ വാടക ആര് തരും? അതൊക്കെ അവര് തരുവോടോ തടിയും പിള്ളേ. നല്ലൊരു ഹർത്താൽ ദിവസം കൊള്ളമാക്കല്ലേ. അത് ശരി. അപ്പൊ അടുത്ത ഹർത്താലിന് ചോദിക്കാം. ബെന്നിയേ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിനടുത്തുള്ള നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പ്രേമേട്ടാ എന്നൊരു വിളി. നോക്കുമ്പോ ആരാ? മഞ്ജു. കൊഞ്ചല്ല, നമ്മുടെ മഞ്ജു വാര്യര്. അതെയോ? ആ, അർജന്റ് ആയിട്ട് എന്നെ ഒന്ന് വീടൂരെ കൊണ്ടാക്കണോന്ന്. അവരെ വണ്ടി കേടായി പോയി. ദിലീപ് ഏട്ടന് എയർപോർട്ട് വരെ പോണം, ഇവളെ കണി കണ്ടിട്ട് ഇറങ്ങത്തുള്ളൂ. ഇതാണ് നുണമരം, ഇപ്പൊ മുളച്ചതാ. അതെ അതെ അതെ, മേലെ തുണ പറഞ്ഞാൽ ഇനി ഒരു ഒറ്റ പെക്കിന് കൊടുക്കണ്ട. അടുത്ത പെക്കിനുമ്പം പറയും ഹേമമാലിനെ കണ്ട് കൊച്ചിയിൽ നിന്ന്. അതെ, നമ്മൾ ഈ പിള്ളേരുടെ ഇടയിൽ കമ്പനി കൂടുന്നോണ്ട് നമ്മളെ പ്രായം മറന്നു പോകുന്നുണ്ട് അല്ലേ? അതൊരു കണക്കിൽ ഭാഗ്യല്ലേ? അതാണ്. തീർന്നോ? സാധനം വേണം? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കൊടു കൊടു. ഒരു കുറച്ച് കൊണ്ടിരിക്കും മോനെ. കിട്ടിയില്ലേ? കുടിച്ചോ കുടിച്ചോ. അതെ, പിന്നെ ഒഴിച്ച് കഴിക്കുമെന്നേ. ബാപ്പുട്ടിക്കോ ഇത് വയറ്റിന്ന് വൻകുടലിറങ്ങി വന്നതാ. എടാ പ്രേമ, ഈ തെണ്ടി പിള്ളേരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കട്ട വെച്ചടിച്ചതിന്റെ കാശ് തന്നിട്ടില്ല. പറയ്. എടാ മാത്യു, കഴിഞ്ഞ തവണ അടിച്ച കാശ് വെച്ചിട്ട് മതി ഇനിയത്തെ അടി. We are IT peoples. No cash, only card. ഏത് കാർഡ് വേണമെങ്കിലും എടുക്കാം. കാർഡ് സ്വന്തമായിട്ട് റേഷൻ കാർഡ് വരെ ലൈറ്റേക്ക്. പിടിക്കലാണ് പിടിക്കലാണ്. അതിന്റെ പൈസ ഇല്ല. അയ്യോ, എന്റെ പൈസ ഇല്ല. എടുക്കല്ലേ, പൈസ ഇല്ല. എടുക്കല്ലേ, അയ്യോ എടുക്കല്ലേ, പൈസ ഇല്ല. ഇല്ല, അയ്യോ പൈസ പോയി. ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ. ഒരാൾ ഒരു അച്ചാർ കുടിച്ച് പാമ്പായി കഴിഞ്ഞു.
Okay, bye. ഹലോ. Bye. How many calls today? Just 20 calls. അപ്പൊ കൊച്ചൊട്ടും ക്ഷീണിച്ചിട്ടില്ല. തിരിച്ചതുപോലെ കയറിക്കോ. ബെറ്റി ഇന്ന് ലീവാ. ഞാനെങ്ങും വരത്തില്ല. എനിക്ക് വയ്യ. വേഗം അവളോട് പുറപ്പെടാൻ പറയ്. നീ തന്നെ ചെന്ന് പറ. അവൾ അവളുടെ കട്ടിൽ കിടന്ന് കുറുകൽ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ആണോ? ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഒന്ന് നിക്ക് ചേട്ടാ, ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. ഇപ്പൊ വരാം. ഓ, ഇനി ആ സാധനം എടുക്കാൻ ഞാൻ കൂടെ വരണോ? അയ്യോ, ചേട്ടൻ വിചാരിച്ച അത് പൊന്തൂല. ഒന്ന് നോക്കാനെങ്കിലും ഒരു അവസരം തന്നൂടെ? എന്തെങ്കിലും ഒന്നു സമ്മതിക്കൂ, എന്നെങ്കിലും ഒന്നു സമ്മതിക്കൂ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറയൂല. അതെന്താ? അവളൊന്ന് പോയിക്കോട്ടെ. ഇനി എന്നെ ഫോണിങ് തരാൻ എന്റെ നമ്പർ തരാം. ഒന്ന് മാറി നിക്കടി. നീ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന നമുക്ക് ജോലിക്ക് പോണ്ടേ? താടി ഒരു കാര്യം ചേച്ചി.